ഇന്ന് ഞങ്ങൾ വാഷിങ്ടൺ ഡി സിയിലുള്ള മ്യൂസിയം ഓഫ് ദ ബൈബിൾ, അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ്. അവിടെ കാണാൻ പോവുകയാണ്. ഞാൻ ഷീബയും ന്യൂയോർക്കിൽ നിന്ന് ഏകദേശം 4.5 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. വാഷിങ്ടൺ ഡി സിയിലാണ്. വൈറ്റ് ഹൗസിൻ്റെയൊക്കെ വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങൾ മ്യൂസിയം ഓഫ് ദ ബൈബിൾ അതിൻ്റെ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. അവർ നമുക്ക് നല്ലൊരു ഓറിയൻറ്റേഷൻ തന്നിട്ടുണ്ട്, ഒരു ക്വിക്ക് ഓറിയൻറ്റേഷൻ. സോ വി ഹാവ് ദിസ് മാപ്പ് ഹിയർ ആൻഡ് ദേ സേ ഇറ്റ് ഈസ് ഗുഡ് ടു സ്റ്റാർട്ട് വിത്ത് ദി സെക്കൻഡ് ഫ്ലോർ. ഇതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിലുള്ള ആ ഓറിയൻറ്റേഷൻ. ഈ ഓറിയൻറ്റേഷനിലൂടെ നമുക്ക് പ്രധാനമായിട്ടും കാണേണ്ട സ്ഥലങ്ങൾ, നമ്മളവിടെ ആയിരിക്കുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങൾ, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരും. അതുകൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോഴുള്ള ആ മുകളിലത്തെ റൂഫ് ഒരു വലിയൊരു ഡിജിറ്റൽ സ്ക്രീനാണ്. ആ സ്ക്രീനിലൂടെ പലതരം ഡിസ്പ്ലേസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരു ചേഞ്ചിങ് ഡിസ്പ്ലേസ് ഉണ്ട്. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. സോ സെക്കൻഡ് ഫ്ലോറിലോട്ട് നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഒരഡൾട്ടിന് ഇവിടെ പ്രവേശിക്കുന്നതിന് $19 ആവശ്യം. അതുപോലെ ഒരു ഗൈഡിനെ വേണമെങ്കിൽ $24 സംതിങ്. സോ അത്രയുമാണ് ഇതിൻ്റെ കോസ്റ്റ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പാർക്കിംഗ് ഇവർക്കില്ല. സോ വി നീഡ് ടു പാർക്ക് സംവെയർ എൽസ് ആൻഡ് ദെൻ കം ഹിയർ. ഓക്കെ, now let's see some of the first exhibit. In the early 1700s, many felt spirituality in America was declining. For some, church was a routine obligation. But the traveling preachers of the First Great Awakening challenged that routine. They believed their duty was to share the Bible's message of conversion and salvation, but not in churches. These preachers wanted to get out of doors. George Whitefield was a fiery, influential New Light revival preacher. He broke away from the traditions of Old Light church ministry. That it was based upon a wine press or a great. Hi, I'm good. How are you? On display behind me. The first step to printing was setting the movable type in place. This is a replica of Gutenberg printing press. Okay. If you have any questions about anything that you're seeing or want to know more about it, feel free to ask me some questions. Okay? Sure. To ink the metal type, rolling them in a new smudge-resistant ink that Gutenberg likely created from linseed oil, turpentine, and other components. The workers would then dab that ink on the metal type, covering it from edge to edge. After inking, the workers would send ലോകത്തിൽ ഏറ്റവും ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്യപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. അതുപോലെ അത് പ്രിൻ്റ് ചെയ്യാനായിട്ടുള്ള പ്രിൻറ്റിങ് മെഷീനെ കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗാണ്. ഇപ്പോൾ ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിങ് പ്രസ്സിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉള്ള അതിൻ്റെ റെപ്ലിക്കയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യും. ഇത് ബൈബിൾ ചരിത്രത്തിൽ നേരിട്ട അനേക പ്രതിസന്ധികളുണ്ട്. ബൈബിൾ അനേക പ്രതിസന്ധികളെ ബൈബിളിനെ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുവാനായിട്ട് അനേക രാഷ്ട്രീയ ശക്തികളും
എല്ലാം ശ്രമിച്ചെങ്കിലും അതിന് ചെയ്യുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ബൈബിൾ ഹാസ് ഗോൺ ത്രൂ സോ മെനി പെർസിക്യൂഷൻ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ കാണുന്നത്. പിന്നെ ഈ ബൈബിൾ മ്യൂസിയത്തിലുള്ള മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ റെപ്ലിക്ക ഓഫ് നസറത്ത്, ദ വില്ലേജ് വെയർ ജീസസ് ക്രൈസ്റ്റ് വാസ് ബോട്ട് അപ്പ്. സോ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു റെപ്ലിക്ക, അന്നത്തെ ജീവിത രീതിയെക്കുറിച്ചും അന്നത്തെ ഒരു വീടിൻ്റെ അകം എങ്ങനെയാണ്, പുറത്തുവശം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് അവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യലാണെങ്കിലും ഒരു റിയൽ ഫീലിംഗ് തരുന്ന ഒരു സ്ഥലമാണത്. അത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇപ്പോൾ കാണുന്ന ഇതാണ് മുന്തിരിച്ചക്കെന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം ആ മുന്തിരി അവിടെ ഒരാൾ കാലുകൊണ്ട് ചവിട്ടിയായിരിക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് താഴേക്ക് ഒഴുകി വന്ന് അത് പല പ്രോസസ്സിലൂടെ കടന്നു പോകും. ഇപ്പോൾ വൈൻ പ്രസ് അല്ലെങ്കിൽ മുന്തിരിച്ചക്കിൻ്റെ ഒരു റെപ്ലിക്ക അല്ലെങ്കിൽ മോഡലാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതിന് നല്ലൊരു ഗ്രാമത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ ജനങ്ങളുടെ ആഹാര രീതികൾ, അവരുടെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ലൈഫ്, അതിനെയൊക്കെ കാണിക്കുന്ന അനേക ഡിസ്പ്ലേസ് അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നല്ലൊരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒലിവ് ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഒലിവ് ഓയിലിൻ്റെ സീഡ് എന്ന് പറയുന്നത്. ആ സീഡ് അരയ്ക്കുന്ന ചക്കാണിത്. അപ്പോൾ നമുക്ക് അത് കാണുന്നത് പോലെ അവരേതെങ്കിലും ആനിമലിനെ ഉപയോഗിച്ച് ഇങ്ങനെ കറക്കും. അങ്ങനെ ആണ് അവർ ഒലിവ് ഓയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കുമ്രാൻ സ്ക്രോൾസ് എന്ന് പറയുന്ന ആ ഒരു ഇതിലുള്ള യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു സ്ക്രോളാണിത്. അത് ഒറിജിനലാണ്. അത് അവിടെ നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രോൾ സിസ്റ്റം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. So here is an interesting factor. Here it talks about the Bible translation and the Malayalam Bible. But it is interesting to see the photo that is given in connection with the language Malayalam.
We are in the Museum of the Bible, Washington DC. Here you can see all the Bibles that are already translated. This side, these are different languages in which Bible already translated. And here, this are the languages in which Bible is yet to be translated or are in progress. So there are a lot more. About 60% of the languages is yet to be translated. ഈ കാണുന്നത് ബൈബിൾ മ്യൂസിയത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, പക്ഷെ ഇവിടുന്ന് നോക്കിയാൽ ക്യാപിറ്റൽ ഹില്ലിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഡോം ഇവിടുന്ന് കാണാൻ പറ്റും. ഇത് മാത്രമല്ല, ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഡിസ്പ്ലേസ് കൂടാതെ വേറെ വളരെ മനോഹരമായിട്ടുള്ള അനേക ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷൻസ് ഉണ്ട്. ബൈബിൾ ഹിസ്റ്ററി, ഫോർമേഷൻ, മറ്റ് അനേക കാര്യങ്ങൾ ഇതിൻ്റെ ഓരോ ഫ്ലോറിലും കാണാനുണ്ട്. അത് ചില ഓഡിയോ വിഷ്വൽസ് ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ലെന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഉൾപ്പെടുത്താത്തത്. പക്ഷെ അല്ലെങ്കിൽ അത് വളരെ നല്ല ഒരു ദിവസം മുഴുവൻ കാണാനും പഠിക്കാനും വിശകലനം ചെയ്യാനും ചിന്തിക്കാനും ഉള്ള കാര്യങ്ങൾ ഈ ബൈബിൾ മ്യൂസിയത്തിലുണ്ട്. ഇത് വീഡിയോ എടുത്തിരിക്കുന്നത് 2018 അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ മാറി കാണും. പക്ഷേ ഒരവസരം കിട്ടിയാൽ തീർച്ചയായും പോയി കാണേണ്ട ഒരു മ്യൂസിയമാണ്. നമ്മുടെ സൺഡേ സ്കൂൾ ട്രിപ്പായിട്ടോ അല്ലെങ്കിൽ ചർച്ചിൻ്റെ ട്രിപ്പായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ നമ്മൾ പോയി കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ള ഒരു ബൈബിൾ മ്യൂസിയമാണ് വാഷിങ്ടൺ DC-യിലുള്ള ദ മ്യൂസിയം ഓഫ് ദ ബൈബിൾ. നിങ്ങളെല്ലാവരും അവിടെ പോയി കാണുവാനായിട്ട് ഈ വീഡിയോ ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ മ്യൂസിയം കണ്ടതിന് ശേഷം ഞങ്ങൾ നടന്ന് തന്നെ ക്യാപിറ്റൽ ഹിൽ അവിടേക്ക് നടന്നു പോയി അവിടെയുള്ള കാഴ്ചകൾ കണ്ടു, കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെയും ഒരു അവസരം നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. ഈ ബൈബിൾ മ്യൂസിയം കണ്ടതിന് ശേഷം നമുക്ക് നടന്നു തന്നെ ക്യാപിറ്റൽ ഹിൽ കാണാവുന്നതാണ്. വൈറ്റ് ഹൗസും കുറച്ച് നടക്കണമെങ്കിലും നമുക്ക് നടന്നു പോയി കാണാനുള്ള ദൂരത്തിൽ നമുക്ക് അതുണ്ട്.